الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم الذين كفروا لهم عذاب شديد والذين آمنوا وعملوا الصالحات لهم مغفرة وأجر كبير أفمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി യഥാർത്ഥ മുഅ്മിനുകളും മുസ്ലിമീങ്ങളുമായി ജീവിക്കാൻ ശ്രമിക്കണം എന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ഒരു ലക്ഷ്യം നേടണമെങ്കിൽ കുറേയൊക്കെ മുന്നും പിന്നും തിരിഞ്ഞ് ശ്രദ്ധിച്ചു നോക്കി കുറച്ചൊക്കെ നമ്മൾ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുതന്നെയാണ് പരലോക ലക്ഷ്യം നേടാനും ജീവിക്കുന്ന പോക്ക് പോയാൽ പോരാ, തിരുത്തുകയും വീണ്ടെടുക്കുകയും ചെയ്യേണ്ടതുണ്ടെങ്കിൽ നാം അതിനെപ്പറ്റി ശ്രദ്ധിക്കുക തന്നെ വേണം. ഭൗതികമായ ജീവിതത്തിൽ ലക്ഷ്യം നേടാൻ നമ്മളെ ബുദ്ധി മതി, അല്ലെങ്കിൽ നല്ല സമ്പത്തുണ്ടായാൽ മതി നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താം. അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഭൗതികമായ നേട്ടങ്ങളും ആളും അർത്ഥവും സ്വാധീനവും ഉണ്ടായാലും ഭൗതികമായ ലക്ഷ്യങ്ങൾ നേടാം. ഇതുകൊണ്ടൊന്നും പരലോകത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുകയില്ല. സമ്പത്ത് സ്വർഗത്തിലെത്താനുള്ള ഒരു മാർഗമാണ് ദാനധർമ്മങ്ങൾ ചെയ്താൽ. നമ്മുടെ ബുദ്ധിയും കഴിവും ഒക്കെ അത് ശരിയായ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ അത് സ്വർഗത്തിലെത്താനുള്ള മാർഗമാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദു ഫീ സബീലിഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വാസികളെ,
ഒന്ന് സൂക്ഷ്മതയോടെ ജീവിക്കണം. തഖ്വ കേട്ട് മടുത്ത ഇത്തഖുള്ള ഒരു പദമാണെങ്കിലും ഒരു ജാഗ്രതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി തിരിഞ്ഞും മറിഞ്ഞും മുന്നും പിന്നും ശരിയോ തെറ്റോ പാടുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിക്കൊണ്ട് ജീവിക്കണം. ഒന്നാമത്തെ ലഅല്ലക്കും തുഫ്ലിഹൂൻ, വിജയം കിട്ടണമെങ്കിൽ ഒന്ന് ഈ ഒരു സൂക്ഷ്മതാബോധം വേണം. രണ്ടാമത്തെ കാര്യം, സൂക്ഷിച്ച് ജീവിച്ചാൽ മാത്രം പോരാ, വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിങ്കലേക്ക് നേരെ ചൊവ്വെ എത്തിപ്പെടാനുള്ള മാർഗം ഏതാണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. വജാഹിദു ഫീ സബീലിഹി, മൂന്നാമത്തെ കാര്യം, ആ അള്ളാഹുവിങ്കലേക്ക് എത്തിപ്പെടാനുള്ള മാർഗത്തിൽ നമ്മൾ ജിഹാദ് ചെയ്യണം. ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹേച്ഛകൾ അതിനോട് എതിരായി, നമ്മുടെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കുക, കുറച്ച് അധ്വാനിക്കുക, കുറച്ച് ശ്രമങ്ങൾ നടത്തുക. ജിഹാദിന്റെ പരമമായ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് യുദ്ധമാണ്. ദർവത്തു സിനാമിഹി അൽ ജിഹാദ്, ജിഹാദ് ഏറ്റവും ചെറിയത്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നന്മയെങ്കിലും ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുക. നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട്, നമുക്കത് ഇഷ്ടമില്ലെങ്കിലും ആ ഇഷ്ടം മാറ്റിവെച്ച് അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് പോകുക, അതാണ് ജിഹാദ്. അതിന്റെ ദർവത്തു സിനാം, അതിന്റെ അങ്ങേ അറ്റം എന്ന് പറയുന്നത് അത് യുദ്ധമാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ജീവിതത്തിൽ അള്ളാഹു തആല നമ്മളോട് പഠിപ്പിച്ചത്. സൂക്ഷ്മത വേണം, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എത്താനുള്ള വസീല ഉണ്ടായിരിക്കണം. അൽ വസീല, മനുഷ്യർ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ച കാര്യം വസീലയെ പറ്റിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എത്താൻ വസീല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മഹാന്മാരും സാലിഹീങ്ങളും ഷെയ്ഖുമാരും അവര് വഴി അങ്ങോട്ടെത്താം. അത് നമുക്ക് ഭൗതിക കാര്യത്തിലെത്താം. സർക്കാരിൽ നിന്നൊരു കാര്യം നേടിയെടുക്കാൻ, നമ്മുടെ ഓഫീസുകളിൽ നിന്നൊരു കാര്യം നേടിയെടുക്കാൻ, തിരക്ക് പിടിച്ച സന്ദർഭത്തിൽ ഒരു ഓഫീസിൽ ചെന്ന് പെട്ടെന്നൊന്നും കാര്യം നടക്കൂല. നമുക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും വിളിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് ആ കടലാസ് ഒന്ന് ഒപ്പിട്ട് തരണം, എനിക്ക് നാളെ പോകാനുള്ളതാണ്. ഒക്കെ ഒരു വസീല, അതൊക്കെയാണ് വസീല. ഈ വസീല പരലോകത്തേക്ക് പറ്റുകയില്ല. അൽ അഅ്മാലു സ്വാലിഹാത്ത്, പരലോകത്തേക്കുള്ള വസീല എന്ന് പറയുന്നത് സൽക്കർമ്മങ്ങളാണ്. അപ്പൊ ഒരു പ്രവൃത്തി വസീല, സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ഒരു കാര്യം അമലു സ്വാലിഹാത്ത് സൽക്കർമ്മമാകുന്നത് എപ്പോഴാണ്? നമ്മൾക്ക് വിചാരിക്കുന്നതല്ല സൽക്കർമ്മം. നമ്മളിവിടുന്ന് എല്ലാവരും ജുമാ കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ നന്മ വിചാരിച്ച് ആണ് സ്കൂളിലേക്ക് അങ്ങോട്ട് കയറുന്നവരുണ്ട്, കോട്ടക്കൽ പോകുന്നവരുണ്ട്, വീട്ടിലേക്ക് പോകുന്നവരുണ്ട്, വേറെ തന്റെ തൊഴിൽശാലയിലേക്ക് പോകുന്നവരൊക്കെ ഓരോരുത്തരുടെ നന്മ. എനിക്കിപ്പോ പെട്ടെന്ന് തൊഴിൽ അവിടെ എത്തണം, ഓഫീസിലെത്തണം, അല്ലെങ്കിൽ അങ്ങാടിയിലെത്തണം, കട തുറക്കണം. ഇതൊക്കെ നമ്മളുടെ നന്മക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. അത് ഭൗതിക കാര്യത്തിൽ. പക്ഷെ അള്ളാഹുവിന്റെ കാര്യത്തിൽ സൽക്കർമ്മങ്ങളാവണമെങ്കിൽ ഒന്ന് അള്ളാഹു പറഞ്ഞതേ ആകണം. ഭൗതിക കാര്യവും ദീനിന്റെ കാര്യവും രണ്ടും വ്യത്യാസപ്പെടുന്നത് അവിടെയാണ്. ദീനിന്റെ കാര്യം നന്നാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിയും നമ്മുടെ തന്റേടവും നമ്മളെ സൗകര്യവും ആയിക്കഴിഞ്ഞാൽ ഭൗതിക കാര്യം നന്നായി. ആഖിറത്തിന്റെ കാര്യം നന്നാവണമെങ്കിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെ തന്നെ ആവണം. അത് അതിനേക്കാളും നല്ലത് ഇതല്ലേ? അതിനാണ് ബിദ്അത്ത് എന്ന് പറയാം. ആഖിറത്തിന്റെ കാര്യം നന്നായി കിട്ടാൻ അതിനേക്കാളും നല്ലത് ഇതാണല്ലോ, നമുക്കത് ചെയ്തുകൂടെ? അതാണ് ബിദ്അത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ജനങ്ങളോട് സംസാരിക്കുമ്പോൾ തുടങ്ങി വെച്ചത് ഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫഇന്ന വകുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. നബി ഇങ്ങനെ ഉപദേശിക്കാതെ വേറെ എന്ത് പറയുകയാണെങ്കിലും, കുടുംബകാര്യം, നാട്ടുകാര്യം, ഭരണപരമായ കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇത് പറയാതെ പോകാറുണ്ടായിരുന്നില്ല എന്നാണ് അവിടുത്തെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താണ്?
ഫഇന്ന ഖൈറുൽ ഹദീസി കിതാബുല്ലാഹ്, നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഏറ്റവും നല്ല വർത്താനം അള്ളാഹിന്റെ കിതാബിലുള്ളതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ തെറ്റൂല്ല. അപ്പൊ ഏറ്റവും നല്ല മുന്തിയ വർത്തമാനം അള്ളാഹുവിന്റെ കിതാബിലുള്ളതാണ്, അത് നിങ്ങൾ സ്വീകരിക്കണം. വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗദർശനം എന്ന് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച മാർഗദർശനമാണ്. കാരണം മുഹമ്മദ് നബി മനുഷ്യന്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല വന്നത്. നമ്മളെ വീട് എങ്ങനെയാവണം, നമ്മളെ റോഡ് എങ്ങനെയാവണം, നമ്മളെ കച്ചവടം എന്ത് കച്ചവടം നടത്തിയാലാണ് ലാഭകരമാകുക, അത് പറയാനല്ല നബി വന്നത്. നമ്മളെ ആഖിറം എങ്ങനെയാവണം എന്ന് പറയാനാണ് റസൂല് വന്നത്. അതുകൊണ്ട് ആ റസൂല് പറഞ്ഞ മാർഗദർശനമാണ് ആഖിറത്തിലേക്കുള്ള ഏറ്റവും നല്ല ഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശറുൽ ഉമൂർ, കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് മുഹ്ദസാത്തുഹാ, ഈ മതത്തിലില്ലാത്ത കാര്യങ്ങൾ പുതിയതായി ഉണ്ടാക്കി തീർത്തു എന്നതാണ്. പുതിയ വീടുണ്ടായത് മരത്തിലുണ്ടായ വീടല്ല. നമ്മൾ ഈ സ്ട്രക്ചർ ഇങ്ങനെയായത്, പണ്ട് കാലത്ത് പലരും ഓലപ്പരയിലാണ് താമസിച്ചത്, ഇപ്പൊ വലിയ മണിമന്ദിരങ്ങളായി. അത് മതത്തിന്റെ കാര്യമല്ല, അത് ദുന്യാവിന്റെ കാര്യം. പക്ഷെ പണ്ട് കാലത്ത് നമ്മൾ സുബൈ നമസ്കരിച്ചിരുന്നു, അത് നമ്മളെ വാപ്പമാരോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാന്റെ റസൂല് മുതൽ. അതിൽ മാറ്റം വന്നിട്ടില്ല. ദീനിന്റെ കാര്യത്തിൽ മാറ്റം വരില്ല. അതിന് മാറ്റം വന്നാൽ അതാണ് ശർറുൽ ഉമൂർ, ബിദ്അത്ത് എന്ന് പറയുന്നത്. ഓരോ വിഷയത്തിലും ബിദ്അത്ത് വന്നു. ഹിജ്റ വർഷം 99, ഒരു നൂറ്റാണ്ടിന്റെ ശേഷം, ഒരു നൂറ്റാണ്ടോളം ആവുമ്പോഴാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന രണ്ടാം ഉമർ എന്ന് പറയുന്ന അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ആദ്യമായി അദ്ദേഹം ആ ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വിഷമം എന്താണെന്ന്, അദ്ദേഹത്തിന്റെ ഖലീഫയായിട്ട് ജനങ്ങൾ അവരോധിച്ചപ്പോൾ അദ്ദേഹം പള്ളിയുടെ ഒരു മൂലയിലിരുന്ന് കരയുകയായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ, ഭരണം ഏറ്റെടുക്കാനും ഇസ്ലാമിക സാമ്രാജ്യം നിയന്ത്രിക്കാനുമുള്ള കഴിവ് കുറവല്ല, അതൊക്കെ അദ്ദേഹം ചെറുപ്പകാലം മുതൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ മനുഷ്യരെ എങ്ങനെ നന്നാക്കിയെടുക്കും? അദ്ദേഹം പറഞ്ഞത്, ജനങ്ങൾ ബിദ്അത്തിലാണ് ജനിച്ചത്, ബിദ്അത്ത് പഠിച്ചിട്ടാണ് വളർന്നത്, ബിദ്അത്തിൽ തന്നെയാണ് വാർദ്ധക്യം പ്രാപിക്കുന്നത്. ഈ മനുഷ്യന്മാരെ ഖൈറുൽ ഹദീ, റസൂലിന്റെ ഹദിയയിലേക്ക് ഞാൻ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് അദ്ദേഹത്തിന്റെ ഭയം ഉണ്ടായത്. ഈ മനുഷ്യന്മാർ, ഞാൻ ഖലീഫയായിരിക്കുമ്പോൾ ഈ ജനങ്ങളെ ഹിദായത്തിലേക്ക് നേർവഴിക്ക് നയിക്കണമല്ലോ. ഈ ജനങ്ങൾക്ക് അറിയുന്നത്, ദീനിന്റെ കാര്യത്തിൽ അറിയുന്നത് ബിദ്അത്ത് മാത്രമാണ്. സഹോദരങ്ങൾ, 99 ഹിജ്റ 99 1446 ബിദ്അത്തുകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഓരോ രംഗത്തും ഇസ്ലാം എങ്ങനെ പഠിപ്പിച്ചു, ഖുർആൻ എങ്ങനെ പഠിപ്പിച്ചു, അതല്ല, പുതിയ പുതിയ ദീനുകൾ, പുതിയ പുതിയ ആരാധനാമുറകൾ. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹും റസൂലും പഠിപ്പിച്ച ആരാധനാമുറകൾക്കപ്പുറം, അത് നിസ്കാരമാവട്ടെ, ഒരു പ്രത്യേക നോൽമ്പാവട്ടെ, അല്ലെങ്കിൽ ഒരു നേർച്ച വഴിപാടുകളാവട്ടെ, അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത പുതിയ ഒരു ദീന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം അത് നബിയെ പഠിപ്പിച്ചിട്ടില്ല, അഥവാ പഠിപ്പിച്ചെങ്കിൽ നബി നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. ബിദ്അത്തിന്റെ അർത്ഥം അതല്ലേ. നമ്മൾ ദീനിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയ അതിന്റെ അർത്ഥം എന്താ? ഹദീസിൽ കാണുന്നില്ല, ഖുർആനിൽ കാണുന്നില്ല, നബി പറയാത്തതുകൊണ്ടാണ്. അതല്ലെങ്കിലോ ദീന് പൂർണ്ണമല്ല. ഹിജ്റ 9-ാമത്തെ 10-ാമത്തെ കൊല്ലം അവസാനത്തെ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാം ദീന. ദീന് പൂർണ്ണമായിട്ടോ ഞെത്തിയിലുകളൊന്നും ചേർക്കാൻ പോകണ്ട, ഇതിലേക്കൊന്നും കൊണ്ടുവരണ്ട. ഇതിന് ദിക്റുണ്ട്, തസ്ബീഹുണ്ട്, ഇബാദത്തുണ്ട്, നടത്തും ഇരുത്തും സ്വഭാവങ്ങളും ഇടപാടുകളും എല്ലാം ഈ ദീനിലുണ്ട്. അത് ഖുർആനിൽ കൂടിയും എന്റെ ഹദിയിൽ കൂടിയും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാമിൻ ഷൈഇൻ യുഖർരിബുക്കും മിനൽ ജന്ന വയുബഈദുക്കും അനിൻ നാർ ഇല്ലാ അമർതുക്കും ബിഹി വമാമിൻ ഷൈഇൻ യുഖർരിബുക്കും മിനൻ നാർ വയുബഈദുക്കും അനിൽ ജന്ന ഇല്ലാ നഹൈതുക്കും ബിഹി. നാളെ പരലോകത്തെത്തുമ്പോൾ നിങ്ങളെ സ്വർഗത്തിലെത്താവുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന, സ്വർഗത്തിനോട് അടുപ്പിക്കുന്ന സകലം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദീൻ അത്രയോ ഞാൻ പഠിപ്പിച്ചതേ ഉള്ളൂ. ദീൻ നിങ്ങളെ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന, സ്വർഗത്തിലേക്ക് നിന്ന് അകറ്റുന്നതൊക്കെ വിരോധിച്ചിട്ടുമുണ്ട്. ബാക്കി നിങ്ങൾ ജീവിക്കുമ്പോൾ പുതിയ പുതിയ സമ്പ്രദായങ്ങൾ, പുതിയ നാഗരികതകൾ, പുതിയ ജീവിത രീതികൾ, അതൊക്കെ നിങ്ങൾ സ്വീകരിച്ചോ. ഹലാലും ഹലാലും അടിസ്ഥാനം നോക്കിയിട്ട് പറ്റുമെങ്കിൽ സ്വീകരിച്ചോ, ദീനിന് എതിരല്ലെങ്കിൽ. പക്ഷെ ദീന് ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ പിൽക്കാലത്ത് എന്തുണ്ടായി? ബിദ്അത്തുകൾ വന്നപ്പോ
നബി പഠിപ്പിച്ചത് പോരാ, നബി പഠിപ്പിച്ച ദിക്ർ പോരാ, നബി പഠിപ്പിച്ച ഇബാദത്ത് പോരാ, നബി പഠിപ്പിച്ച നോമ്പ് പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഓത്ത് പോരാ. അതിനൊക്കെ നബി ഓരോ കാര്യത്തിനും യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദൈഹില്ലാഹി വറസൂലി, വിശ്വാസികളെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും അപ്പുറത്തേക്ക് ഒരു അണുവളവ് പോലും നിങ്ങൾ മുൻകടക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ഹുജറാത്ത്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ബിദ്അത്തിനെ പറ്റി താക്കീത് നൽകിയിരുന്നത്, ദീനിലുണ്ടാകുന്ന പുതിയ അനാചാരങ്ങളെ താക്കീത് നൽകിയിരുന്നത് എന്താണ്? അത് ഫൗഖൽ കബായിർ, വൻ കുറ്റങ്ങളെക്കാളും മുകളിലാണ് ബിദ്അത്ത്. എന്താ കാരണം? ബിദ്അത്ത് ചെയ്യുന്നവൻ ഒരിക്കലും പശ്ചാത്തപിച്ച് മടങ്ങൂല. മുസ്ലിമായി കഴിഞ്ഞിട്ട് പിന്നെ ഈ നാട്ടാചാരം കുറച്ചിങ്ങനെ കൊല്ലത്തിലൊരിക്കൽ ആണ്ട് കഴിച്ച് വേറെ കുറെ ജാറകത്തിലെ പോയി അവിടെ കുറച്ച് അത് കഴിച്ച് വേറെ കുറെ ഉറുക്കും മന്ത്രമൊക്കെ കെട്ടി പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ദ്വാരപ്പിച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ശരിയായി കഴിഞ്ഞാൽ മരിച്ചാൽ എല്ലാവരും കൂടിയിട്ട് ഒരു 70,000 ദിക്റും ചെല്ലിച്ചാൽ നിന്റെ ദീന് കഴിഞ്ഞു എന്നൊരു വിശ്വാസമുള്ള ഒരാള് മാറൂല ജീവിതത്തിൽ. 5 നേരം നമസ്കരിക്കാനോ കൃത്യമായി സക്കാത്ത് കൊടുക്കാനോ കൃത്യമായിട്ടുള്ള നോമ്പ് നിർവഹിക്കാനോ അതിനൊന്നും ഓന് വേണ്ടിവരില്ല. കാരണം ബിദ്അത്തുകാരൻ തൗബ ചെയ്യാനുള്ള വഴി വന്നില്ല. കാരണം എൻ്റെ ദീൻ പൂർണ്ണമാണ്. എനിക്ക് ഉസ്താദുമാരും നാട്ടുകാരും പറഞ്ഞു തന്ന ദീനാണ് എൻ്റെ ദീൻ, അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ദീൻ വേണ്ടാതെ പറയാ. അതുകൊണ്ടാണ് മഹാന്മാർ തൗബ അന്നഹും ലാ യതൂബൂൻ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുന്ന. ബിദ്അത്തുകാർ ഒരു കള്ളുകുടിയനാണ്, അല്ലെങ്കിൽ ഒരു വ്യഭിചാരിയാണ്, അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരനാണ്. എപ്പോഴെങ്കിലും ഒരു തോന്നലുണ്ടാവും ഇത് ഏതെങ്കിലും ശരിയല്ല, ഒന്ന് മാറണം, ഞാൻ വയസ്സും കാലക്കായി, എനിക്കൊന്ന് മാറിയിട്ട് നന്നായി ജീവിക്കണം, അല്ലെങ്കിൽ അതിനുള്ള ആരോഗ്യമില്ല, കൊള്ള ചെയ്യാനോ അടിപിടി ഉണ്ടാക്കാനുള്ള ആരോഗ്യമില്ല, നീ ഞാനൊന്ന് മാറട്ടെ. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്നവൻ മരണം വരെ, മരണവക്ത്രത്തിൽ പോലും രക്ഷ കിട്ടണമെങ്കിൽ അള്ളാഹുവിനല്ല വിളിക്കുക, എനിക്ക് വേണ്ടി ഒരു മൗലൂദ് എല്ലാവരും കൂടി ഒരു മോദി റാത്തീബ് എല്ലിക്കൂടി, അല്ലെ ഒരു മറ്റേ റാത്തീബ് ഓതിക്കൂടി നിർത്തിയിട്ടു അതേ ഉണ്ടാവുള്ളൂ. കാരണം മരണ സന്ദർഭത്തിൽ പോലും ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ ബിദ്അത്തിൽ തന്നെ ജീവിച്ച് തൗബ ചെയ്യാതെ മരിച്ചു പോകും. സഹോദരങ്ങളെ സൂക്ഷിക്കണം. അഫമൻ സുയ്യിന ലഹു, ഖുർആൻ പഠിപ്പിച്ചു, ഇന്ന ശൈത്വാന ലക്കും അദവ്വൻ ഫത്തഖിദൂഹു അദവ്വ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങൾ പിശാചിനെ ശത്രുവായി തന്നെ കാണണം. എന്താ പിശാചിന്റെ പണി? വീടുണ്ടാക്കാൻ വിചാരിച്ചവനോട് വീടുണ്ടാക്കണ്ടെന്ന് പറയലല്ല, കച്ചവടം തുടങ്ങാൻ വിചാരിക്കേണ്ടവനോട് കച്ചവടം തുടങ്ങണ്ടെന്ന് പറയല്ല, പഠിച്ചു വലുതായി ഉയർന്ന സ്ഥാനത്തെത്തുമ്പോൾ അതിന് പിന്തിരിപ്പിക്കല്ല. പക്ഷെ ഇതിൽ കൂടിയൊക്കെ പടച്ചവനെ മറന്നുകൊണ്ട് ചെയ്യരുത് എന്ന് പറയുന്ന ആ ഒരു വിചാരത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കലാണ് പിശാച്. അത് ആറാമോ ഹലാലും നോക്കണ്ട, വീടുണ്ടാക്കുന്നു. കച്ചവടത്തിൽ അങ്ങനെ ആറാമോ ഹലാലും നോക്കണ്ട, കുറച്ചൊക്കെ കളവ് പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യരോടുള്ള ബന്ധത്തില് അതങ്ങനെ ആറാമോ ഹലാലും നോക്കണ്ട. അത് പിശാച് ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, ഫത്തഖിദൂഹു അദുവ്വൻ, ശത്രുവായി തന്നെ കാണണം എന്ന് പറഞ്ഞിട്ടില്ലേ. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. ജനങ്ങൾ നരകത്തിന്റെ ആളുകൾ ആവലാണ് പിശാചിന്റെ ആവശ്യം, അതിലേക്കാണ് അവൻ ക്ഷണിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന. താൻ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെന്ന് ഒരാൾക്ക് തോന്നി അലങ്കരിക്കപ്പെടുകയും ഫറആഹു ഹസന, അത് നന്നായി അവൻ കാണുകയും ചെയ്യുന്നു. ഞാൻ ചെയ്യേണ്ടത് ഇപ്പൊ ശരിയുണ്ട്, അതിനപ്പുറം ഒരു ശരിയില്ല, അങ്ങനെ നന്നായി കാണുകയും ചെയ്യുന്നവൻ ഫഇന്നല്ലാഹ യുദില്ലു മൻ യശാഉ വയഹ്ദി മൻ യശാഉ. നബിയെ, അള്ള വിചാരിക്കുന്നവരെ ദലാലത്തിലാക്കും, അള്ള വിചാരിക്കുന്നവരെ ഹിദായത്തിലാക്കും. ഫലാ തദ്ഹബു നഫ്സുക അലൈഹിം ഹസറാത്ത്. അവരുടെ കാര്യത്തിൽ നീ പരിഭ്രമിച്ചുകൊണ്ട് നെടുവീർപ്പിട്ട് നടക്കേണ്ട കാര്യമൊന്നുമല്ല. അവർ ചിന്തിച്ചുണ്ടാക്കേണ്ടതാണ് ഞാൻ ഈ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന്. ഇന്നല്ലാഹ അലീമും ബിമാ യസ്നഊൻ. അവർ ചെയ്യുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. സഹോദരങ്ങളെ, ബിദ്അത്തുകളെല്ലാം നിലക്കും വർദ്ധിച്ച് ദീനല്ല ബിദ്അത്താണ്. ഉദ്ഹിയ്യത്തിന്റെ സമയത്ത് കഴിവുള്ളവൻ ഒരു ബലിയെറുക്കണം, 7 ആള് കൂടിയിട്ടെങ്കിലും ഒരു ബലിയെറുക്കണം. അതിനാൾ തയ്യാറില്ലാത്ത ആളുകൾ നേർച്ചക്ക് ബലിയെറുക്കാൻ 1ഉം 2ഉം ഇറക്കാൻ മുന്നോട്ട് വരുന്നു. ഇവിടെയാണ് പ്രശ്നം. പടച്ചോ പറഞ്ഞതിനല്ല ആളുകളുള്ളത്, അള്ളാഹു പറയാത്തതിനാണ് ആളുകളുള്ളത്. 5 നേരം നമസ്കരിക്കാൻ ആളില്ല,
എന്നാൽ ഇല്ലാത്ത ബിദ്അത്തുകൾ ചെയ്യാൻ എത്ര നേരം നിന്നാലും അതിനാളുണ്ട്. അതല്ലേ ഇപ്പോഴത്തെ അവസ്ഥ. മഹാനായ ഹൈസമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അ. ബിദ്അത്തുകാരന്റെ തൗബ പോലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. കാരണം ബിദ്അത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്, ദീന് മാറൂല. പണ്ടുള്ള സുബൈയന്നെ എപ്പോഴും ഉള്ളൂ, പണ്ടുള്ള അഖ്ലാഖും ദീനിയാത്തും അമലിയാത്തും എപ്പോഴും ഉള്ളൂ. നമ്മളൊക്കെ വയസ്സന്മാരായ ആളുകൾ അന്ന് പഠിച്ചിരുന്ന ദീനിയാത്ത് അഖ്ലാഖ് അമലിയാത്തിന്റെ അപ്പുറം പുതിയൊരു ദീനിയാത്തും അമലിയാത്തും ഇല്ലല്ലോ. നേരെ മറിച്ച് ബിദ്അത്തുകളാണെങ്കിൽ അതിന് മാറ്റം വന്നിട്ട് എത്രയോ മാറ്റം വന്നു. ശഅബാൻ 15 വരെയാണ് പണ്ടുണ്ടായിരുന്ന കാലത്തുള്ള ശഅബാൻ 15ന്റെ ആഘോഷമല്ല ഇപ്പോൾ ഉള്ളത്. ഇനി അത് പെടുന്നാണ്ട് കോഴിക്കോട് ജില്ലയിൽ പോയാൽ, കാസർഗോഡ് ജില്ലയിൽ പോയാൽ, ഇനി കേരളത്തിൽ നിന്ന് വിട്ട് ഇന്ത്യ വിട്ട് ഉത്തരേന്ത്യയിൽ പോയാൽ, അല്ലെങ്കിൽ ഇന്ത്യന്റെ അപ്പുറത്തേക്ക് പോയാൽ ശഅബാൻ 15ന്റെ ആഘോഷങ്ങൾ വ്യത്യസ്തമാണ്, നാടിനും സാഹചര്യത്തിനും അനുസരിച്ച്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോ ശഅബാൻ 15ന് പ്രത്യേകമായ ഒരു ആഹാരമോ പ്രത്യേകമായ ഒരു നമസ്കാരമോ പ്രത്യേകമായ ഒരു നോമ്പോ പ്രത്യേകമായ ഒരു ദിക്റോ പ്രത്യേകമായ ഒരു ഖുർആൻ പാരായണമോ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇതുണ്ടായി? പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് പിന്നെ പോകുന്നുണ്ട്. ശഅബാൻ 15ന് വലിയ പ്രൊസഷൻ തെരുവുകളിൽ. അപ്പോ ബിദ്അത്തുകളുടെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ബിദ്അത്തുകൾ മഹാന്മാർ, നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണല്ലോ ഹിജ്റ 2-ാം കൊല്ലം ബദരീങ്ങൾ മരിച്ചുപോയത്. 10-14 ആളുകൾ ബദരീങ്ങൾ ഷഹീദായി. ആ ഷഹീദായ ബദരീങ്ങളുടെ കണ്ണുനീരിന്റെ മുന്നിൽ ആരും ഒരു നേർച്ച നടത്തിയിട്ടില്ല, ഒരാൾ നടത്തിയിട്ടില്ല. പിന്നെ എത്ര കാലം സഹാബികൾ ജീവിച്ചിരുന്നു? ആ ബദരീങ്ങൾ മരിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടില്ല. വഹീദീങ്ങൾ എന്ന് പറഞ്ഞ വഹദ് യുദ്ധത്തിൽ 70 പേര് മരിച്ചു. എന്നാൽ രണ്ടും കൂടി കൂട്ടി ഒരു നേർച്ച നടത്തിയ. അതിനുശേഷം ഖന്തഖുണ്ടായി, ഖന്തഖ് യുദ്ധം, ഹുനൈൻ യുദ്ധമുണ്ടായി, തബൂക്ക് യുദ്ധമുണ്ടായി, മുഅത്തത്ത് യുദ്ധമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അതിദാരുണമായ രക്തപങ്കിലമായ യുദ്ധങ്ങൾ ഉണ്ടായി. ഒരു സഹാബി, ഒരു 100 കൊല്ലം സഹാബിമാർ ജീവിച്ചിട്ടുണ്ട് പ്രവാചകന്റെ ശേഷം. ഒരാൾ പോലും മരിച്ചുപോയ ഒരു 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 ഷഹീദുകളുടെ പേരിൽ ഒരു ചാരമുണ്ടാക്കുകയോ ഒരു നേർച്ച നടത്തുകയോ ഒരു ബലികർമ്മം നടത്തുകയോ ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താ? അവർ മനുഷ്യന്റെ മുമ്പിൽ വെച്ച മഹത്തായ ഒരു ഷഹാദത്തുണ്ട്, ഒരു സാക്ഷ്യം, ദൈവസാക്ഷ്യം എന്ന് പറയുന്ന ഒരു മഹത്തായ ആദർശം. എന്തിനു വേണ്ടി ഷഹീദായി? ആ നന്മക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അവരെ പിന്തുടരുക എന്നത്. നാട്ടിലെ കാലാകാലം ദീനും ദുനിയാവും അറിയാതെ ആണ്ടറതികൾ നടത്തുന്നതിൽ നാം നമ്മുടേതല്ല, അത് ഇസ്ലാമിൻ്റെതല്ല എന്ന ബോധ്യത്തോടു കൂടി തന്നെ അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങി ശരിയായ മാർഗം സ്വീകരിച്ച്, അതാണ് ബിദ്അത്ത് ഒഴിവാക്കിയാൽ പോരാ, സുന്നത്തിലേക്ക് വന്ന് ഖുർആനിലും സുന്നത്തിലേക്കും വരിക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വചനം ഇതിനോട് ചേർത്ത് നമ്മൾ പഠിക്കണം. അദ്ദേഹം പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസനതൻ. ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ മുൻഗാമികളോ പഠിപ്പിക്കാത്ത ഒരു പുതിയ ആചാരം ഒരാൾ ഉണ്ടാക്കുകയും അത് നല്ലത് തന്നെയാണ് എന്ന വിശ്വാസത്തോടുകൂടി അദ്ദേഹം അത് ആചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖദ് ഖാന റിസാലത. മുഹമ്മദ് നബി അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ഈ ദീനിൽ, റിസാലത്തിൽ വഞ്ചന നടത്തി. അത് പ്രവാചകൻ നടത്താതെ നമുക്കത് പറഞ്ഞു തന്നില്ല. പിന്നീട് ഇവരാ നമുക്ക് ഈ പണി പറഞ്ഞു തന്നത്, നബി പറഞ്ഞു തരാത്തതാണ് എന്ന് പറഞ്ഞ് മുഹമ്മദ് നബി വഞ്ചിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. എന്നാലോ അള്ളാഹു പറഞ്ഞത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീന് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു, എന്റെ നിഅമത്ത് ഞാൻ പരിപൂർണമാക്കി തന്നു, ഇസ്ലാം
എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി പഠിപ്പിച്ച ഖുർആനിനെയും നബിചര്യയെയും സലഫു സ്വാലിഹീങ്ങളുടെ ആ ചര്യയെയും ദീനാക്കി നിശ്ചയിച്ചു എന്നതാണ് എന്ന് മാലിക് ഇമാം പറഞ്ഞിട്ടുണ്ട്. നാം അവിടെ നിൽക്കുകയും ഓരോ കാലഘട്ടത്തിലും പുതിയതായി ഉണ്ടാകുന്നതിന്റെ പിന്നാലെയല്ല നമുക്കൊരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെല്ലാനും പറയാനും ആചരിക്കാനും അല്ലാഹു റസൂലും പഠിപ്പിച്ചിട്ട് തന്നെ ഉണ്ട് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, രണ്ട് കാര്യം പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ ഈ പള്ളി കേന്ദ്രമാക്കി ഒരു സക്കാത്ത് കമ്മിറ്റി നടത്തുന്നുണ്ട്. ഭംഗിയായി തന്നെ ഒരുപാട് വീടുകൾ, ഒരുപാട് ആളുകളുടെ ചികിത്സകൾ, ഒരുപാട് മനുഷ്യന്മാർക്ക് റേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി എല്ലാ വർഷവും റമദാൻ വരുമ്പോൾ സമൂഹത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും. ഒരു റമദാനിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണം അത് നമ്മുടെ സക്കാത്ത് കമ്മിറ്റിയിൽ നിന്ന് കൊടുക്കും. അതിലൊരു നമ്മളെ കൊണ്ടാവുന്ന തരത്തിലാണ് 1700 രൂപയുടെ ഒരു ഭക്ഷണ സഞ്ചി, ഒരു ഭക്ഷണ കിറ്റാണ് കൊടുക്കുന്നത്. അത് കുറെ സക്കാത്ത് കമ്മിറ്റിയുടേതാണ്, കുറെ ആളുകൾ ഓരോരുത്തരും സ്പോൺസർ ചെയ്യുന്നതുമാണ്. അതിലേക്ക് ആരെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ നന്നായി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ അയൽവക്കത്തും ചുറ്റുപാടുമുള്ള പാവങ്ങളും നന്നായി കഴിക്കട്ടെ. ആ പാവപ്പെട്ട കുട്ടികളെയും ആ അനാഥകളെയും ആ ദരിദ്രന്മാരെയും ഓർത്തുകൊണ്ട് ഈ ഒരു കിറ്റ് വ്യാപകമാക്കാൻ നിങ്ങളെല്ലാവരും ഓരോ 1, 2 അതിലേറെയോ 10 ഒക്കെ കിറ്റുകൾ സംഭാവന ചെയ്യണം. ആരെങ്കിലും ബന്ധപ്പെട്ട ആളുകളോട് പറയണം, അതിൻ്റെ സമയമായിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പള്ളിയുടെ ചെലവിലേക്കുള്ള ഫണ്ട് എല്ലാ മാസത്തിലും പറയുന്ന പോലെ ഇന്നും നിങ്ങൾ കഴിയുന്നത്ര സംഭാവന തരിക. അള്ളാഹു നേരായ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സുന്നത്തും ബിദ്അത്തുകളും വേർതിരിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر للمؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. الله أكبر الله أكبر أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة. الله أكبر لا إله إلا الله. استووا صفا الله أكبر. بسم الله. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر.
الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. تحيات السلام عليكم ورحمة الله. السلام عليكم ورحمة الله.